താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് വോട്ടെടുപ്പ്. വൈകിട്ട് 4-ന് ശേഷമാകും ഫലപ്രഖ്യാപനം. വിവരങ്ങൾ നിഷ ദിലീപ് നൽകും. നിഷ, പറയൂ. ഗൗതം, 10 മണിയോടുകൂടിയാണ് താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് വോട്ടെടുപ്പ്. 4 മണിയോടെ ഫലപ്രഖ്യാപനം. ഈ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അമ്മയിലെ 506 അംഗങ്ങൾക്കാണ് വോട്ടവകാശം. നമുക്കറിയാം, വ്യക്തിപരമായ തർക്കങ്ങളും കേസുകളുമൊക്കെയായി കലുഷിതമായ ഒരു പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. സംഘടനയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും ഏറ്റുമുട്ടുന്നു. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്ത്രീകൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അമ്മയുടെ നേതൃത്വത്തിൽ അത് ആദ്യമാകും. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സാധാരണ ജനറൽ ബോഡിയുടെ ഭാഗമായാണ് അമ്മ തെരഞ്ഞെടുപ്പ് നടക്കാറ്. അതിനാൽ കൂടുതൽ താരങ്ങളൊക്കെ ആ ജനറൽ ബോഡിക്ക് വരുന്ന താരങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല, തെരഞ്ഞെടുപ്പ് മാത്രമായാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അംഗങ്ങളുടെ പങ്കാളിത്തം, പരമാവധി അംഗങ്ങളെ വോട്ട് ചെയ്യാൻ എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു ശ്രമമെന്ന് പറയുന്നത്. മുതിർന്ന അംഗങ്ങളെ അടക്കം ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. മോഹൻലാൽ അല്പസമയം മുമ്പ് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആന്റണി പെരുമ്പാവൂർ, മത്സരരംഗത്തുള്ള രവീന്ദ്രൻ അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രൻ തമ്മിലാണ് മത്സരം. സ്ത്രീകൾക്ക് 4 സീറ്റ് സംവരണമുള്ള എക്സിക്യൂട്ടീവിൽ അഞ്ജലി നായർ, കൊച്ചിയിൽ അമ്മയുടെ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് വോട്ടെടുപ്പ്. വൈകിട്ട് 4-ന് ശേഷം ഫലപ്രഖ്യാപനം ഉണ്ടാകും. സ്വകാര്യ ഹോട്ടലിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വിവരങ്ങൾ നൽകിയത് നിഷ ദിലീപ്.